നമസ്കാരം, ഞാൻ ഷിംജിത്ത് ഇല്ലങ്കേരി. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഔഷധ ചെടിയാണ്. ഇതാണ് പാൻ മസാല ചെടി. പാൻ മസാല ചെടി വായുനാറ്റത്തിന്, അതുപോലെ എന്ന് പറഞ്ഞാൽ വായിലിട്ട് ചവക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നല്ല മധുരമാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടിയാണ്. ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹോട്ടലിലെല്ലാം ബിരിയാണി തിന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചെടിയാണ് മിസ്ബാക്ക് അഥവാ പാൻ മസാല ചെടി എന്ന് പറയുന്ന ഈ ചെടി. ഇത് വായുനാറ്റത്തിന് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് കേൾക്കുന്നതിന് പകരം ഇതിൻ്റെ ഇല വായിലിട്ട് ചവക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. ഇതിന് ഇതുപോലെ കായ് ഉണ്ടാവും, കണ്ടില്ലേ? വിത്ത് കണ്ടില്ലേ? ഇത് വിത്ത് പഴുത്ത് കഴിഞ്ഞാലാണ് ഈ കളറിൽ കിട്ടുന്നത്. അല്ലേ നല്ല വെള്ള കളറായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു കുരു ഉണ്ടാവും, കണ്ടില്ലേ? ഈ കുരുവാണ് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ വിത്ത്. ഈ വിത്തിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 3 കൊല്ലമായ തൈകളാണ്. ഇതിൻ്റെ വിത്തിൽ നിന്നും തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ഒരു പ്രത്യേക മണമാണ്. നല്ല ഒരു മസാലേൻ്റെ ഒരു മണമാണ്. അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ രണ്ടും കൂടി കലർന്ന ഒരു മണമുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 പെഗെല്ലാം അടിച്ച് അതിനുശേഷം മണക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ മണം ഉണ്ടാവില്ല. പെഗിൻ്റെ ബ്രാൻഡീൻ്റെ മണം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണ്. നമ്മൾ അതുപോലെ സിഗരറ്റ് വീടിയെല്ലാം വലിച്ചിട്ട് ഇത് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഉണ്ടാവില്ല. ഇത് നമ്മളെ വായു എപ്പോൾ ഫ്രഷായിരിക്കും. അങ്ങനെയുള്ളൊരു ചെടി കൂടിയാണ്.